ഹായ് ഫ്രണ്ട്സ്, ഇത് പഴയ ഒരു അലോവേരയുടെ ഒരു ജാറ വേസ്റ്റാക്കി കളഞ്ഞതായിരുന്നു. അത് ഞാൻ ചെറിയ ഒരു ഷുഗർ പോട്ടാക്കി എടുക്കാനായിട്ടാണ്. ഇത് വൈറ്റ് സിമൻ്റാണ്. ഈ ഒരു വൈറ്റ് സിമൻറ്റ് ഈ ഒരു നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഏതൊരു പോട്ടിൽ നിന്നും നമുക്ക് അതൊരു ഉപയോഗമുള്ളൊരു ഐറ്റമാക്കി നമുക്ക് മനോഹരമാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ വൈറ്റ് സിമൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടൈറ്റ് ആവുന്നതല്ല. കുറച്ച് സമയം വെള്ളം നമ്മൾ ഒഴിച്ച് ഒരു ചപ്പാത്തിയുടെ ഒരു പരുവത്തിലാണ് നമ്മളതൊന്ന് എടുത്ത് നാല് സൈഡും വെറുതെ അത് ഫെവിക്കോൾ ഒന്നും ചേർക്കേണ്ട. ഫെവിക്കോൾ ചേർത്താൽ കുറച്ചും കൂടി ടൈറ്റായിരിക്കും. ഫെവിക്കോൾ കൂടി ചേർക്കാമെങ്കിലും കുഴപ്പമില്ല, നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഫെവിക്കോളും കുറച്ച് ഓയിലും കൂടി, അതായത് കുറച്ച് വെളിച്ചെണ്ണ, ഏത് ഓയിലായാലും മതി, ചെറിയ രീതിയിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു മിനുസത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വെറുതെ വെള്ളം മാത്രം യൂസ് ചെയ്ത് അതിൻ്റെ നമ്മൾ കണ്ടില്ലേ ചപ്പാത്തിയുടെ മോഡലിൽ അത് വെച്ച് പൊതിഞ്ഞ് കവർ ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഷേപ്പിന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ആവശ്യമുള്ള വൈറ്റ് സിമൻറ്റ്, അതായത് വൈറ്റ് സിമൻറ്റ് ആവശ്യമുള്ളതിനെ കുറേശ്ശെ എടുത്ത് നമ്മളത് കവർ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം കുറച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് കൂടുതലുണ്ട്. അപ്പോൾ ആ കുറച്ച് പൊടിയും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് കവർ ചെയ്യണം. ആ ഒരു അടപ്പിൻ്റെ മുകളിലോട്ട് വേറൊരു പോർഷനും അതിൻ്റെ താഴോട്ട് മറ്റൊരു പോർഷനും ആക്കി എടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വെച്ചൊന്ന് റൗണ്ട് ഷേപ്പ്, ചെറിയ ഒരു കോക്കനട്ടിൻ്റെ ഒരു മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, അത് കുറച്ച്, അതായത് ഇത് ചെയ്തതിന് ശേഷം കുറച്ച് ആ നല്ലൊരു വെയിൽ കൊള്ളണമെന്നില്ല. അതിന് നല്ലൊരു ചൂടായി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ടിരിക്കും. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളത് ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചേക്കണം. നല്ല ഭംഗിയായിട്ട് ലാസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ തൊട്ട് അതൊന്നും കൂടി നമ്മളൊന്ന് മെഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അതിൻ്റെ അടപ്പിൻ്റെ മുകളിലും അതേപോലെ തന്നെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ആപ്പിളിൻ്റെ ഷേപ്പോ ഏത് ഷേപ്പ്, ക്യാരറ്റിൻ്റെ ഷേപ്പോ, അങ്ങനെ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഏത് ഷേപ്പ് വേണമെങ്കിലും ഈ ഒരു ജാറിൽ നമുക്ക് ചെയ്ത് അത് മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു മോഡലാക്കി നമുക്ക് എടുക്കാം. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായിട്ട് നമുക്ക് കളർ ചെയ്തും എടുക്കാം. ഇതിപ്പം ഞാനൊരു ചെറിയൊരു കരിക്കിൻ്റെ രൂപത്തിലൊരു ചെറിയ ആ ഒരു മോഡലിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ മുകൾ ഭാഗം ഞാൻ ചെറിയൊരു ബോഡി കളറ് ക്രീം കളർ ചെയ്ത്, ഇത് ഗ്രീൻ കളറും ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് ഉണങ്ങി ഒന്ന് ടൈറ്റ് ആവാൻ ഒരു 2-3 മണിക്കൂർ വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് കളർ ചെയ്തെടുത്ത്, അപ്പോൾ ആ ഒരു ജാറ് നമ്മൾ വെറുതെ കളഞ്ഞിട്ടിരുന്നതായിരുന്നു അലോവേര ജെല്ലിൻ്റെ. അപ്പോൾ അതെടുത്ത് നമുക്കൊരു യൂസ്ഫുൾ, ഇതുപോലെ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിപ്പം ചെറിയൊരു ഷുഗറിൻ്റെ ഒരു പോട്ടാക്കി എടുത്ത് നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ വാക്കിന് വയ്ക്കത്തക്ക വിധത്തിൽ കുറച്ച് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഇട്ടടച്ച് നല്ല ടൈറ്റായിട്ട്, ഇതാകുമ്പോൾ നല്ല ഇറുക്കി അടച്ച് വെക്കുന്ന അതിൻ്റെ ഒരു മേളത്തെ ഒരു ടോപ്പിലൊരു അടപ്പാണ്. നമ്മൾ ടൈറ്റായിട്ട് തന്നെ അത് ഇറുക്കി വെക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് ആ ഒരു അടപ്പ് അടഞ്ഞു കഴിഞ്ഞെങ്കിലും നല്ലൊരു ഷേപ്പിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഷേപ്പും ആയിട്ടുണ്ട്. കറക്കി നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. കണ്ടില്ലേ, നമ്മൾ വെറുതെ കളഞ്ഞിട്ടിരുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം. കുറച്ച് വൈറ്റ് സിമൻറ്റ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അപ്പം അത് 25-30 രൂപ ഈ ഒരു റേറ്റിലാണ് കിട്ടുന്നത്. അത് വെച്ച് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ചെയ്തെടുക്കാം.